എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് OTTയെ ആശ്രയിച്ച് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നല്ലൊരു സമയമാണ്. കാരണം OTTയിൽ വളരെ മികച്ച നല്ല സിനിമകൾ ഏറെ കാലങ്ങൾക്ക് ശേഷം തുടർച്ചയായിട്ട് നല്ല സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ മാസമൊക്കെ നല്ല നല്ല സിനിമകൾ, പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ഉള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതുപോലുള്ള രാജ്യങ്ങളിൽ പല സിനിമകളും അവൈലബിൾ അല്ല. അപ്പോൾ അവൈലബിൾ ആണെങ്കിലും കൂടെ തൊട്ടടുത്തൊന്നും തിയേറ്ററുകളൊന്നും ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അടുത്തുള്ള മലയാളം സിനിമ റിലീസാവുന്ന തിയേറ്ററിലേക്ക് 250 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇപ്പോൾ നല്ല സമയമാണ്. കാരണം തുടർച്ചയായിട്ട് നല്ല സിനിമകൾ OTTയിൽ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ സിനിമ മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതിൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദ് ലീല, എഴുതിയിരിക്കുന്നത് ഷൈജു ഭാസ്കർ, ഷാലു എന്നിവർ ചേർന്നിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സഞ്ജു ഉണ്ണിത്താൻ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ, ഗണപതി, അതുപോലെ സരിത കുക്കു, വിനീത് തട്ടിൽ, അശ്വത് ശ്രീകാന്ത്, കുട്ടി അഖിൽ, പ്രിയ പ്രകാശ് വാര്യർ, ജാഫർ ഇടുക്കി, ലാൽ ജോസ്, അജയ് വാസുദേവ്, ജിയോ ബേബി, ജൂഡാന്തരി ജോസഫ്, ഇങ്ങനെ തുടങ്ങിയിട്ട് മോശമില്ലാത്തൊരു താരനിര അവൈലബിൾ ആണ്. കുറേ സംവിധായകർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്, ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് റൈറ്റർ കൂടിയായിട്ടുള്ള ഷൈജു ഭാസ്കർ തന്നെയാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷെറിൽ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിബിൻ അശോകാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന മോശമില്ലാത്ത കോമഡികളൊക്കെ ഉള്ള ഒരു എബോ ആവറേജ് സിനിമ. പ്രത്യേകിച്ച് സ്ത്രീപക്ഷ സിനിമകൾ, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ മലയാളത്തിൽ വരുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകൾക്കൊക്കെ അവരുടെയൊക്കെ പരാതി പരിഹരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സിൽ സീനിലൊക്കെ ഒരു നല്ലൊരു രോമാഞ്ചം വരുന്ന ഒരു സീനൊക്കെ ക്ലൈമാക്സിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ എഴുതപ്പെട്ട കഥാപാത്രങ്ങൾ ഒക്കെ ലഭിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സിനിമ എന്ന് വേണം പറയാം. നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽതാഫ് സലീമും അനാർക്കലി മരക്കാറും, അതേപോലെ പിന്നെ നമ്മുടെ അൽതാഫിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച സരിത കുക്കൊക്കെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രകടനം വന്നിരിക്കുന്നത് വിനീത് തട്ടിലിൻ്റെ ഭാഗത്തു നിന്നാണ്. പല സിനിമകളിലും ഒരു ഗുണ്ടവേഷങ്ങളിലും അങ്ങനെയുള്ള വേഷങ്ങളിലൊക്കെ ഉള്ള വിനീത് തട്ടിലിൻ്റെ വളരെ മികച്ച ഒരു മുഴുനീള പ്രകടനം തന്നെയാണ്. നല്ല കോമഡി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമേൻ്റെ ഒരു കാര്യം, ഒരു ചെറിയ റിവ്യൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എല്ലാ സിനിമകളൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ. അടുത്ത സിനിമ മഹാരാജ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ പല ആളുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും, തിയേറ്ററിൽ നിന്നായിട്ടും അല്ലാതെയൊക്കെ. കാരണം അത്രക്ക് പ്രശംസ നേടിക്കൊടുത്ത, അത്രക്ക് ജനങ്ങൾ ചർച്ച ചെയ്തൊരു സിനിമയാണ്. എന്താ പറയുക, ഒരു മാസ്റ്റർ പീസ്. തമിഴിൽ നിന്ന് ഇറങ്ങിയ ഈ അടുത്ത കാലത്ത് തമിഴിൽ വളരെ മോശം പടങ്ങൾ തന്നെയാണ് ഇറങ്ങിയിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു തമിഴ്നാട്ടിൽ ഈ വർഷം 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് മഹാരാജ പോലത്തെ ഒരു പടം തമിഴ്നാട്ടിൽ ഇറങ്ങുന്നത്. കുറച്ച് മുമ്പേ ഗരുഡൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിരുന്നു. അതും നല്ലൊരു പടമായിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മഹാരാജ എന്ന് പറഞ്ഞ സിനിമ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന പിന്നെ ആർക്കും കണ്ടിരിക്കാം. ഈ സിനിമയുടെ പ്രത്യേകത പറഞ്ഞാൽ ക്ലാസ്സാണ്, എന്നാലും മാസാണ്, ഇനി ത്രില്ലറാണ്. പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് ജേണറിലാണ് ഇത് ഉൾപ്പെടുത്തേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു മാസ്റ്റർ പീസ്. കാലങ്ങൾ കഴിഞ്ഞാലും തമിഴ് ജനത അല്ലെങ്കിൽ ഈ ലോക ജനത തന്നെ സംസാരിക്കാൻ പോകുന്ന ഒരു മികച്ച ഒരു ക്ലാസിക് സിനിമ തന്നെയാണ് മഹാരാജ. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. ആ സിനിമേൻ്റെ റിവ്യൂവിന് താഴെയൊക്കെ പല ആളുകളും പല സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് ഞാൻ തമിഴിൽ കണ്ട ഏറ്റവും മികച്ച സിനിമ, ഇനി വേണമെങ്കിൽ ഒരു 10 വർഷത്തിനടുക്ക് ഞാൻ കണ്ട ഏറ്റവും മികച്ച തമിഴ് സിനിമ തന്നെ ഞാൻ പറയും. കാരണം അത്രയും മികച്ച ഒരു സിനിമ എന്ന് തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിജയ് സേതുപതിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. അതേപോലെ അനുരാഗ് കശ്യപ്, ഓ മാൻ, ഒരു രക്ഷയില്ല. എന്താ പറയുക, അഭിനയിച്ചിരിക്കുന്നത് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചത്. ഇവരെല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു സിനിമയാണ്. ഇനി ഇതിൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് കടന്നു കഴിഞ്ഞാൽ സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിലൻ സ്വാമിനാഥനാണ്.
എഴുതിയിരിക്കുന്നതും നിതിലൻ സ്വാമിനാഥനാണ്. അതേപോലെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സുധൻ സുദർശൻ, ജഗദീഷ് പളനിസ്വാമി. സിനിമാറ്റോഗ്രാഫി ദിനേശ് പുരുഷോത്തമൻ. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഫിലോമിൻ രാജ്. മ്യൂസിക് അജനീഷ് ലോകനാഥ്. ഓ മാൻ. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്രൂ. ഇനി കാസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിജയ് സേതുപതി മഹാരാജ ടൈറ്റിൽ റോളിൽ വിജയ് സേതുപതിയാണ്. അനുരാഗ് കശ്യപ്, മമത മോഹൻദാസ്, നടരാജൻ സുബ്രഹ്മണ്യം, അതായത് നാട്ടിൽ നിന്ന് വിളിക്കുന്ന ആളാണ് നടരാജൻ സുബ്രഹ്മണ്യം. പിന്നെ അഭിരാമി, ദിയ ഭാരതി, സിംഗപ്പുലി, അരുൾ ദോസ്, മുൻഷികാന്ത്. ഇവർക്കാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇതിൽ കാര്യപ്പെട്ട റോളിലൊരു 4-5 പേരേ ഉള്ളൂ. പ്രത്യേകിച്ച് വിജയ് സേതുപതി, പിന്നെ വില്ലനായിട്ട് വന്ന അനുരാഗ് കശ്യപ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു അവസരത്തിലൊരു സമയത്ത് വിജയ് സേതുപതിനേക്കാണ് സ്കോർ ചെയ്ത് കയറിയത് ഒരു പക്ഷേ അനുരാഗ് കശ്യപാണെന്ന് പറയേണ്ടി വരും. കാരണം ആ ക്ലൈമാക്സിലൊക്കെ ഉള്ള സീനുണ്ടല്ലോ, നെഞ്ചത്ത് ഇങ്ങനെ തറച്ച് കയറുന്ന സീനാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ്. ആ ക്ലൈമാക്സ് സീൻ കണ്ടിട്ട് ഒരു നിമിഷം കണ്ണ് നിറയാത്ത ആൾക്കാർ ഉണ്ടാവുന്ന സംശയമാണ്. ഒരു നിമിഷം, അതായത് ആ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വില്ലനെ അഭിനയിച്ചത് അനുരാഗ് കശ്യപാണ്. വില്ലൻ്റെ കൂടെ നിൽക്കണോ അതോ നായകൻ്റെ കൂടെ നിൽക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തിക്കുന്ന രീതിയിൽ, ഹൃദയസ്പർശിയായ രീതിയിൽ ആ കഥ പറഞ്ഞു. അതേപോലെ വില്ലനായിട്ട് വന്ന പിന്നെ സിംഗപ്പുലി, പോലീസുകാരനായിട്ട് വന്ന നാട്ടി, അതായത് നടരാജൻ സുബ്രഹ്മണ്യൻ, ഇവരൊക്കെ ഗംഭീര പ്രകടനമാണ്. ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ്. എന്താ പറയുക, ഒരു ക്ലാസിക്കൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്, തമിഴിൽ ഈ വർഷം ഇറങ്ങിയ, അല്ലെങ്കിൽ ഒരു 5 വർഷത്തിൻ്റെ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്കിറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ് മഹാരാജ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അടുത്ത സിനിമ തീർച്ചയായിട്ടും ആടുജീവിതം. അത് കാണാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. ഇവിടെ GCCയിൽ പല രാജ്യങ്ങളിലും അത് റിലീസില്ല. ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കാണണമെന്ന് വിചാരിച്ച സിനിമയായിരുന്നു. പക്ഷേ എന്തോ അത് ഇറങ്ങിയില്ല. എന്തെന്നായാലും കാണാൻ പറ്റിയത് ഇപ്പോൾ OTTയിൽ വന്നതിന് ശേഷമാണ്. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളുടെ, ക്ലാസിക് സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എഴുതി ചേർക്കാൻ പറ്റിയ ഒരു മികച്ച സിനിമ തന്നെയാണ് ആടുജീവിതം. പ്രത്യേകിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ആടുജീവിതം പുസ്തകം വായിക്കാത്ത മലയാളി വളരെ കുറവായിരിക്കും. പക്ഷെ അതെങ്ങനെ ഈ സ്ക്രീനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പുസ്തകം മുഴുവൻ വായിച്ച് തീർത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ പുസ്തകത്തിൽ പറഞ്ഞ അത്ര ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന അത്ര ഒരു നെഞ്ചുലക്കുന്ന അത്ര ആ രീതിയിലൊന്നും സിനിമ ഫീൽ ചെയ്യിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ സിനിമ അത്രയും വലിയൊരു കഥ ഒരു 3 മണിക്കൂറിൽ, മാക്സിമം ഒരു 3 മണിക്കൂറിൽ ഒതുക്കിയാലേ ആളുകൾ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3 മണിക്കൂറിൽ തരാൻ പറ്റുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ തരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 16 വർഷത്തെ ബ്ലസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയൊക്കെ കഷ്ടപ്പാട് അത് വെറുതെ ആയിട്ടില്ല എന്നത് സിനിമ കണ്ടവർക്കെല്ലാം മനസ്സിലാവും. പ്രത്യേകിച്ച് അതിൻ്റെ ചില സീനുകളൊക്കെ, പ്രത്യേകിച്ച് അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയൊക്കെ, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കണ്ടു. ചില സീനുകളൊക്കെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെ അനുഭവിച്ച്, അതായത് ഈ നജീബ് എന്ന് പറഞ്ഞ വ്യക്തി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം വരുന്നൊരു വിഷമം അത് ഭയങ്കരമായിരുന്നു. പിന്നെ ചില സീനുകളിലുള്ള ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. കാരണം പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്നു, നാട്ടിൽ നിന്ന് മരുഭൂമിയിലേക്ക് വരുന്നതൊന്നും നമുക്ക് ഒരു അലോസരപ്പെടുത്താത്ത രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഈ സീനുകൾ തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷനൊക്കെ. എഡിറ്റിംഗ് ഒക്കെ വളരെ എഡിറ്റിംഗ് ആയിരുന്നു. ഇനി നമുക്കിതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് കിടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബ്ലസ്സി, സ്ക്രീൻ പ്ലേ ബ്ലസ്സിയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറഞ്ഞ കഥനെ ആസ്പദമാക്കിയിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിഷ്വൽ റൊമാൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. പൃഥ്വിരാജ്, അതേപോലെ അമല പോള്, KR ഗോകുല്, ജിമ്മി ജീൻ ലൂയിസ്, ശോഭ മോഹൻ, താലിബൽ ബലൂഷി, റിക് അബി, നാസർ കൃതേനി, റോബിൻ ദാസ്, ബാബുരാജ് തിരുവല്ല, ആക്കിഫ് നജീം. ഇവരൊക്കെയാണ് കുറഞ്ഞ കാസ്റ്റേ ഉള്ളൂ. പക്ഷേ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ഒരു ഭീകരരൂപിയായിട്ട് അഭിനയിച്ച കുറച്ച് സമയത്ത് മാത്രം വന്ന ആ വ്യക്തി വരെ
നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. അവരുടെ അഭിനയത്തിനെ കുറിച്ചൊന്നും പറയാൻ നമ്മൾ ആളല്ല, എന്നാലും ആ പുസ്തകം വായിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പുസ്തകം മുഴുവൻ വായിച്ച ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. എന്നാലും കൂടെ 3 മണിക്കൂറിൽ ഒതുക്കിയെടുത്തൊരു സിനിമ എന്നുള്ള രീതിയിലൊരു മാസ്റ്റർ പീസ് തന്നെയാണ് ആടുജീവിതം. കാലങ്ങളോളം ക്ലാസിക്കായി നിലകൊള്ളാൻ സാധ്യതയുള്ള സിനിമയാണ് ആടുജീവിതം.